സുസ്മിതയുടെ സംസാരമൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ഭക്ഷണമൊക്കെ പാക്ക് ചെയ്യുകയാണ് ശാന്തയും ശാരദാമ്മയും ചേർന്ന്. ശാന്തയോട് ശാരദാമ്മ പറയുകയാണ്, ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കണമല്ലോ. ശാലിനി മോളുടെ കയ്യിൽ കൊടുത്തു വിടാമെന്നല്ലേ ശാരദാമ്മ പറഞ്ഞത്? ശരിയാ, പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ ശാന്ത പറഞ്ഞതുപോലെ ഒരു അപകടമുണ്ട്. അവര് തമ്മിൽ ശരിയാവില്ല. അന്നേരം ശാന്ത പറയുകയാണ്, എങ്കിൽ ഞാൻ കൊണ്ടുപോകാം. അഡ്രസ് എവിടെയാന്ന് ചോദിക്കുമ്പോൾ അഡ്രസ് നോക്കുകയാണ് ശാരദാമ്മ. അന്നേരം അവിടേക്ക് വരികയാണ് ശാലിനി. ശാലിനി ചോദിക്കുകയാണ്, എന്താ അമ്മേ, ഊണ് റെഡിയായില്ലേ? ബോർഡൊന്നും വെച്ച് കണ്ടില്ലല്ലോ. മേശയൊക്കെ തുടച്ചിടണ്ടേ? ശാന്തേച്ചി ഒന്ന് വേഗമാകട്ടെ, ആൾക്കാരൊക്കെ ഇപ്പോ എത്തി തുടങ്ങും. അത് മോളെ, ശാന്തയെ ഞാൻ വേറൊരു ജോലിക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ്. ഒരു പാഴ്സൽ കൊടുത്ത് അയക്കാനുണ്ട്, നേരത്തെ ഓർഡർ കിട്ടിയതാണ്. ശാലിനി ചോദിക്കുകയാണ്, കല്യാണവും ബർത്ത്ഡേയോ? ഒന്നും അല്ല മോളെ, ഒരു വീട്ടിലേക്കുള്ളതാണ്. ഒരു 10 ആൾക്കുള്ള ഉച്ചയൂണ്. 10 ആൾക്കുള്ളതോ? എന്തിനാ അമ്മ ഇത്രയും ചെറിയ ഓർഡറൊക്കെ എടുക്കുന്നത്? ഇതിൽ നിന്നും നമുക്ക് എന്ത് ലാഭം കിട്ടാനാണ്? നമ്മുടെ അധ്വാനവും സമയവും വേസ്റ്റ് എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അങ്ങനെ അല്ല മോളെ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓർഡറുകളിൽ നിന്നാണ് നമ്മുടെ കുടുംബശ്രീ ഇത്രയും വലിയ ഹോട്ടലിലേക്ക് വളർന്നത്. ആദ്യമൊക്കെ അയൽക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കസ്റ്റമറായിട്ട്. പിന്നെ കേട്ടറിവ് വെച്ച് നാട്ടുകാരൊന്നാകെ ഒഴുകിയെത്തി. ഇപ്പോഴും ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം വേണമെന്ന് ആരെങ്കിലും വാശി പിടിച്ചാൽ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമ്മളത് ഉണ്ടാക്കി കൊടുക്കില്ലേ? അതാണ് മറ്റു ഹോട്ടലുകളും കുടുംബശ്രീയും തമ്മിലുള്ള വ്യത്യാസം. ശാലിനി പറയുകയാണ്, സമ്മതിച്ചു, ഇതും ഒരു ബിസിനസ് ട്രിക്ക് ആണല്ലേ. ഈ 10 പേരിൽ ആർക്കെങ്കിലും ഫുഡ് ഇഷ്ടപ്പെട്ടാൽ അവരും നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആകില്ലേ? ശാരദാമ്മയെ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് തൊഴുകയാണ് ശാലിനി. അന്നേരം ശാരദാമ്മയുടെ കയ്യിലിരുന്ന അഡ്രസ്സ് വാങ്ങിയ ശേഷം ശാലിനി പറയുകയാണ്, എവിടെയാണ് കൊണ്ടു കൊടുക്കേണ്ടത്? ഞാൻ കൊണ്ടു കൊടുക്കാം. അത് ശാന്ത കൊണ്ടുപോയി കൊടുത്തോളും മോളെ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അതിന് ശാന്തേച്ചിക്ക് ഇവിടെ കുറെ ജോലികൾ ഉള്ളതല്ലേ. ഉച്ചയൂണിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഇവിടെ അടുത്താണമ്മ ഈ അഡ്രസ്സ്, ഞാൻ ദേ കൊണ്ടു കൊടുത്തിട്ട് ടപ്പേന്നും പറഞ്ഞ് ഇങ്ങ് വന്നോളാം. ശാന്തേച്ചി ആ പാഴ്സൽ അങ്ങോട്ട് എടുത്തു വെക്കുന്ന ശാലിനി പറയുകയാണ്. ശാന്ത പോയ ശേഷം ശാലിനി പറയുകയാണ്, ശാന്തേച്ചിയെ വിടണ്ട എന്ന് പറഞ്ഞതിന് വേറൊരു കാരണം കൂടി ഉണ്ടമ്മേ. പാഴ്സൽ കൊണ്ടുപോകുന്നത് ശാന്തേച്ചി ആണെങ്കിൽ പാത്രങ്ങൾ പാതി അവിടെ മറന്നുവയ്ക്കും. അത് വേറൊരു വീട്ടിൽ കൂടിയാണ് മിസ്സാകുന്നതെങ്കിൽ പിന്നെ അത് അറബിക്കടലിൽ പോയതുപോലെയാണ്. ശരി, എന്നാ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ശാലിനി പോവുകയാണ്. ശാന്തയോട് ശാരദാമ്മ പറയുകയാണ്, എന്താകുമോ എന്തോ. എന്താ? ആ കൊച്ചി ഇപ്പോഴും വിളിച്ചിരുന്നോ? ഭക്ഷണം താമസിച്ചു പോയി എന്നും പറഞ്ഞ് ഇനി കൊണ്ടുകൊടുക്കാൻ ചെല്ലുമ്പോൾ ശാലിനിയോടെങ്ങാനും ചാടിക്കടിക്കാൻ ചെന്നാൽ എന്ന് പറയുമ്പോൾ ശാന്ത പറയുകയാണ്, എന്നാൽ അതിന്റെ വിധി. കയ്യിലിരിപ്പ് വെച്ച് 2 എണ്ണം കിട്ടണം ആ പെണ്ണിന്. പിന്നീട് ഓട്ടോയിൽ പാഴ്സലുമായി പോവുകയാണ് ശാലിനി. ഭക്ഷണം കാത്തുനിന്ന സുസ്മിത പെട്ടെന്ന് വിഷ്ണുവും കൂട്ടനും വരുന്നത് കാണുമ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഓടുകയാണ്. അകത്ത് പോയ ശേഷം സുസ്മിത പറയുകയാണ്, അമ്മേ, ദേ അവര് വന്നു, ചതിച്ചു. ആ ചായക്കടക്കാരി എല്ലാം കുളമാക്കി. ഇനി ഇവരുടെ മുന്നിലേക്കാവും അവര് ഭക്ഷണവും കൊണ്ടുവന്ന് ഇറങ്ങുന്നത്. സരള പറയുകയാണ്, നീ ഒന്ന് സമാധാനിക്കുക, അത് നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. വരണം എന്ന് പറഞ്ഞ് സരള വിളിക്കുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, ഇതെന്താ ആരുടെയും മുഖത്ത് ഒരു തെളിച്ചമില്ലാത്തതുപോലെ? സുസ്മിത ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നോ? സത്യഭാമ പറയുകയാണ്, അതെന്താ, കുറച്ചു മുമ്പ് സരള തന്നെയല്ലേ ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ എന്ന് ചോദിച്ചത്? അല്ല, ഫുഡ് എന്ന് സരള പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഫുഡ് റെഡി ആയില്ലേ? നോ പ്രോബ്ലം, സുസ്മിതയോടൊപ്പം പ്രീതി കൂടി കേറിക്കോളും കിച്ചണിലേക്ക്. ഇവൾക്കതൊക്കെ ഒരു സന്തോഷമാണെന്ന് പറയുമ്പോൾ സുസ്മിത പെട്ടെന്ന് പറയുകയാണ്, ഇല്ലില്ല, എല്ലാം റെഡിയായി. പോരെങ്കിൽ ഇത് മുഴുവൻ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. വിഷ്ണുവേട്ടന് മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്ന ചലഞ്ച് അല്ലേ ഇന്നത്തെ ലഞ്ച്. വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാന്നും പറഞ്ഞ് സരള എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഹാളിൽ എല്ലാവരും ഇരിക്കുമ്പോൾ സുസ്മിത സരളയോട് പതിയെ ചോദിക്കുകയാണ്, ഇവരെ ഇവിടെ തന്നെ ഇരുത്തിയാൽ എങ്ങനെയാണ്? ഭക്ഷണവുമായി അവർ വരുമ്പോൾ ഇവരെ തന്നെ കാണില്ലേ? അത് കണ്ട് സത്യഭാമ ചോദിക്കുകയാണ്, എന്താ അമ്മയും മോളും തമ്മിൽ ഒരു സ്വകാര്യം? സരള പറയുകയാണ്, അല്ല, ഇവൾ ഉണ്ടാക്കിയ ഭക്ഷണം വിഷ്ണുവിന് ഇഷ്ടമാവോ എന്ന് ഒരു ടെൻഷൻ. ഇത് കേട്ട് വിഷ്ണു പറയുകയാണ്, അല്ല, കാക്ക മലർന്നു പറക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചത് ഞാനല്ല. ഇന്നത്തെ ദിവസം പട്ടിണി കിടക്കേണ്ടി വരുമോ ആവോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. സരള പറയാണ്, ഏയ്, അങ്ങനെയൊന്നുമില്ല, ഇവള് നല്ല അസലായിട്ട് ഭക്ഷണം പാചകം ചെയ്യും. എത്ര നന്നായി പഠിച്ചാലും പരീക്ഷയ്ക്ക് പേപ്പർ കിട്ടുന്നത് വരെ ഒരു ടെൻഷൻ ഉണ്ടാകുമല്ലോ, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സത്യഭാമ പറയാണ്, എന്നാൽ ആ ടെൻഷൻ അങ്ങ് മാറ്റിക്കളയാൻ വേണ്ടി ഇപ്പോഴേ അങ്ങ് മാർക്കിട്ട് കളയാം. അത് വേണ്ടാന്ന് സുസ്മിത പറയുമ്പോൾ സരള പറയാണ്, ഇവള് ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞതേ ഉള്ളൂ, അതൊക്കെ പാത്രത്തിലേക്ക് മാറ്റാനുള്ള സമയം വേണ്ടേ? സത്യഭാമ പ്രീതിയോട് പറയുകയാണ്, മോളെ പ്രീതി, നീ കൂടി ഒന്ന് പോയി സഹായിക്ക്. അത് കേട്ട് സരളയും സുസ്മിതയും ഒരേ സ്വരത്തിൽ പറയുകയാണ്, വേണ്ട വേണ്ട, അതൊക്കെ ഇവള് തന്നെ ചെയ്തോളും. അന്നേരം ഓട്ടോയിൽ ഭക്ഷണവുമായി മുറ്റത്തെത്തുകയാണ് ശാലിനി. സരള പറയാണ്, അല്ല, നമുക്ക് വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. അത് കേട്ട് സത്യഭാമ പറയാണ്, അല്ല, നമ്മൾ ചുറ്റിക്കാണാത്തതല്ലോ ഈ വീട്. അതല്ല, അപ്സ്റ്റെയറിൽ ഈയിടെയായി കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്, കണ്ടംപററി സ്റ്റൈല്. വാ മോനെ, വാ മോളെ എന്നൊക്കെ വിളിച്ച് എല്ലാവരെയും കൂട്ടി മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് സരള.
എല്ലാവരും പകുതി സ്റ്റെപ്പ് കയറുമ്പോഴേക്കും താഴെ നിന്ന് ബെല്ലടിക്കുകയാണ് ശാലിനി. ബെല്ലടി കേട്ട് സത്യഭാമ ചോദിക്കുകയാണ്, വേറെ ഗസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ? സല്ല പറയുകയാണ്, ഏയ് ഇല്ലില്ല, ഇതാ പ്ലംബർ ആയിരിക്കും, സുസ്മിത നോക്കിക്കോളും. അത് കേട്ട് വിഷ്ണു ചോദിക്കുകയാണ്, പ്ലംബർ മണിയാണോ? ആ അതെ അതെ, പ്ലംബർ മണി. അവനാണെങ്കിലേ കുറെ കാലമായിട്ട് എന്റെ കയ്യിൽ നിന്നും മുങ്ങി നടക്കുകയാണമ്മ. 10ഉം 15ഉം വെച്ച് വാങ്ങിയിട്ട് പലിശ കയറി കുറെ ആയെന്നേ. കള്ളു കുടിക്കാൻ അവന്റെ പൈസ ഉണ്ടമ്മ, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ സത്യഭാമ പറയുന്നുണ്ടാ, വിട്ടേക്ക്. നമ്മൾ ഇവിടെ വന്നത് പലിശ പണം പിരിക്കാനല്ല, നിന്റെ ഭാവി ഭാര്യയുടെ കൈപുണ്യം നോക്കി മാർക്കിടാനാണ്. നീ വാന്നും പറഞ്ഞ് സുസ്മിത ഒഴിച്ച് ബാക്കി എല്ലാവരെയും മുകളിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്ന സുസ്മിത ശാലിനിയോട് ചോദിക്കുകയാണ്, നീ ഹോട്ടലിൽ നിന്നാണോ? അതെ. എല്ലാം ഉണ്ടല്ലോ. ഉണ്ടെന്ന് ശാലിനി പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, പാത്രവും പണവും എല്ലാം ഞാൻ ഹോട്ടലിലേക്ക് എത്തിച്ചോളാം, നീ പെട്ടെന്ന് പൊയ്ക്കോ. ശാലിനി പറയുകയാണ്, അയ്യോ അത് ശരിയാകില്ല, പണമല്ല പ്രശ്നം, ഈ പാത്രങ്ങളൊക്കെ മിസ്സായാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഈ ഫുഡൊക്കെ ഇവിടത്തെ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ട് തിരിച്ചു തന്നാൽ മതി. 1 മിനിറ്റ് സ്റ്റേ ദെയർ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് സുസ്മിത. അതിനുശേഷം വീടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് സരള. അതിനുശേഷം സരള ഒരു റൂം തുറന്ന് കാട്ടിയിട്ട് പറയാണ്, ഇതാണ് സുസ്മിതയുടെ റൂം. സുസ്മിതയുടെ എന്ന് പറഞ്ഞാൽ ഇനി എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഒന്ന് പോടി. ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം സരളയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. സുസ്മിതയാണ് സരളയെ ഫോൺ ചെയ്യുന്നത്. എന്താന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, ആ ശാരദാമ്മയുടെ ഹോട്ടലിൽ നിന്നും ഫുഡുമായി ആൾ വന്നിട്ടുണ്ട്. അത് വാങ്ങി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ആളിനെ പറഞ്ഞു വിടടി. ഒരു പെണ്ണാണ് വന്നിരിക്കുന്നത്, അവൾക്ക് അവളുടെ പാത്രങ്ങൾ ഇപ്പൊ തന്നെ തിരിച്ചു വേണമെന്ന്. അത് കേട്ട് സരള പറയാണ്, നന്നായില്ലേ, അവളെ കൊണ്ട് തന്നെ അത് നമ്മുടെ പാത്രങ്ങളിലേക്ക് പകർത്ത്. അത് ഞാനും ആലോചിച്ചതാണ്, പക്ഷെ അതിനിടയിൽ അവരാരും താഴോട്ടിറങ്ങി വരരുത്. അതിന് ഈ സരളയ്ക്ക് വിടുമോളെ. അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാമെന്ന് വെച്ചാൽ നടക്കുമോന്നാണ് സംശയം. ജില്ലാ കളക്ടറുടെ കെട്ടുമട്ടമാണ് ആ ചായക്കടക്കാരിക്ക്. കണ്ടപ്പോഴേ എനിക്ക് ചെവിക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നി. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം മോളെ. ഇപ്പൊ നമ്മുടെ ടാർജറ്റ് വിഷ്ണുവാണ്, ചായക്കടക്കാരി അല്ല. അന്നേരം അത് ശ്രദ്ധിക്കുകയാണ് സത്യഭാമ. ഫോൺ ചെയ്ത് തിരിയുമ്പോൾ സത്യഭാമയെ കണ്ടെന്ന് ഞെട്ടുകയാണ് സരള. സത്യഭാമ ചോദിക്കുകയാണ്, ആരാ വിളിച്ചത്? സുസ്മിതയാണ് അല്ലേ? വിഷ്ണു ഓൺ ടാർജറ്റ് എന്ന് പറയുന്നത് കേട്ടു. എനിക്കെല്ലാം മനസ്സിലായി സരളെ. എന്നാലും നീ ഈ ബന്ധത്തിന് ഇത്രയും വിലയെ ഇട്ടുള്ളൂ അല്ലേ? ഭാമേ, ഞാൻ എന്ന് പറയുമ്പോൾ സത്യഭാമ പറയാൻ, ഇനി സുസ്മിത ഉണ്ടാക്കിയ ഫുഡ് വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവര് തമ്മിലുള്ള ബന്ധം ഞാൻ നടത്തി തരില്ലേ? അതിന് നിങ്ങൾ രണ്ടുപേരും ഇത്രയും ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ്? ഇത് സത്യഭാമയുടെ വാക്കാണെന്ന് പറഞ്ഞിട്ട് സരളയുടെ കൈ പിടിച്ച് കൈ കൊടുക്കുകയാണ് സത്യഭാമ. സരള പറയുകയാണ്, താങ്ക് യു സോ മച്ച് ഭാമേ, താങ്ക് യു സോ മച്ച്. അതിനുശേഷം സുസ്മിത എന്ന് ഇതെടുത്ത് വാ എന്നും പറഞ്ഞ് ശാലിനിയെ അകത്തേക്ക് വിളിക്കുകയാണ്. കിച്ചണിലെത്തിയ ശാലിനിയോട് സുസ്മിത ചോദിക്കുകയാണ്, നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഈ ഫുഡൊക്കെ ഇവിടത്തെ പാത്രങ്ങളിലേക്കൊന്ന് പകർന്നു വെക്കുമോ? ശരിയെന്ന് പറയുകയാണ് ശാലിനി. സുസ്മിത മനസ്സിൽ പറയുകയാണ്, ഭാഗ്യം തമ്പുരാട്ടി സമ്മതിച്ചു. തിരിച്ചു വന്ന് ശാലിനിയോട് സുസ്മിത പറയുകയാണ്, അതെ, ഞാൻ പറയുന്നത് വരെ ഈ കിച്ചൺ വിട്ട് നീ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അതെന്താന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അതെന്താന്നൊക്കെ ഞാൻ പിന്നെ പറയാം, ഇപ്പോൾ പറയുന്നത് അനുസരിക്ക്. ശാലിനി പറയുകയാണ്, 10 ആൾക്കുള്ള ഭക്ഷണമല്ലേ ഓർഡർ ചെയ്തത്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, നീ ഇപ്പൊ പറഞ്ഞു ജോലി ചെയ്യുക. തിരിഞ്ഞു പോകുമ്പോൾ സുസ്മിതയെ കൈകാട്ടി വിളിക്കുകയാണ് ശാലിനി. അതെ, എനിക്ക് ഒരു പേരുണ്ട്, ശാലിനി, അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, ശരി ശാലിനി. ശാലിനിയെ കിച്ചണിലാക്കി പുറത്തിറങ്ങി കതവടച്ച ശേഷം സുസ്മിത പറയുകയാണ്, ഇനി തമ്പുരാട്ടി എന്നൊക്കെ വിളിച്ച് താണു വണങ്ങി നിൽക്കേണ്ടി വരുമോ എന്തോ. ചായക്കടക്കാരിയുടെ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് സുസ്മിത. ശാലിനി പറയാണ്, ഇതെന്താ സെൻട്രൽ ജയിലോ? പുറത്തിറങ്ങണ്ടെന്ന് പറയാൻ 10 ഊണിന് 10,000 റൂള്. ഈ ഓർഡറൊക്കെ എടുക്കുന്ന അമ്മയെ പറഞ്ഞാൽ മതി. പിന്നീട് കാണിക്കുന്നത് പച്ചക്കറി വാങ്ങുന്ന ശ്യാമയും ശാരികയുമാണ്. ശാരിക ചോദിക്കുകയാണ്, വഴുതനങ്ങ എത്ര രൂപയാണ്? വഴുതനങ്ങ 60 രൂപ. പാവയ്ക്ക് 80 രൂപ. അപ്പുറത്തെ കടയിൽ 70 ഉള്ളൂ. അവിടത്തേത് പോലെ നമ്മുടേത് ചീഞ്ഞതല്ല, രാവിലത്തെയാണ്, ഫ്രഷാണ്, ഒന്ന് തൊട്ടു നോക്കും, നല്ല ചില്ലെന്നിരിക്കും. നേരം ശാരികയെ ഫോൺ വിളിക്കുകയാണ് ശാരദാമ്മ. ഹലോ അമ്മയെന്ന് വിളിക്കുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ ഇത്രയും താമസം? പോയിട്ട് 1/2 മണിക്കൂർ ആയല്ലോ. പച്ചക്കറിക്കെല്ലാം തീ വിലയാണ്, ഓരോ കടയിലും ഓരോ വിലയാണ്, അടുക്കാൻ പറ്റുന്നില്ല. അന്നേരം ശ്യാമ പറയാണ്, ചേച്ചി ആ ഫോണിങ്ങി തന്നെ, അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്ന് ചുമ്മാതിരുന്നേ, ഫോൺ ചാർജ് കൂടുതലാകും. അത്യാവശ്യത്തിന് സംസാരിച്ച് ഇപ്പോ കട്ട് ചെയ്യണം. ശാരദാമ്മ പറയുകയാണ്, എടി ശ്യാമ മോൾക്ക് എന്തോ പറയാനുണ്ടല്ലോ, നീ അവൾക്ക് ഫോൺ കൊടുത്തേ. അമ്മയെന്ന് ശ്യാമ വിളിക്കുമ്പോൾ എന്താ കുഞ്ഞുമോളെന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. ഈ ചേച്ചിയുടെ കൂടെ നടന്ന് കാലൊക്കെ വേദനിക്കുന്നു. 1 രൂപ 2 രൂപ എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് മൊത്തം 2 തവണ തന്നെ കറങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴും റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
തിരിച്ചങ്ങോട്ടൊരു ഓട്ടോ പിടിച്ചു വന്നോട്ടെ എന്ന് ചോദിക്കാനാണ് ഞാൻ അമ്മയെ വിളിച്ചത്. ശാരിക പറയാണ് ഓട്ടോയും ടാക്സിയൊന്നും വേണ്ട, അതിനും കൊടുക്കണം കാശ്. ഇണ്ടാതിരിക്കു പെണ്ണെ എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയാണ് ശരി ശരി നീ ഫോൺ അങ്ങ് അവൾക്ക് കൊടുത്തേ. ശാരികയോട് ശാരദാമ്മ പറയാണ് ആ മോളെ തിരിച്ച് നിങ്ങൾ അങ്ങോട്ടൊരു ഓട്ടോ പിടിച്ചു വാ, കാശൊന്നും നോക്കാൻ നിൽക്കണ്ട. അമ്മേ അതെന്ന് ശാരിക പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ് ഇങ്ങോട്ടൊന്നും പറയണ്ട, പിഞ്ചു കുഞ്ഞല്ലേ, അവളുടെ കാലൊക്കെ വേദനിക്കും, നിങ്ങൾ ഓട്ടോയിൽ വന്നാ മതി എന്ന് പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശാരിക. പിന്നീട് ശാരദാമ്മയുടെ ഹോട്ടലിലേക്ക് എത്തുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും. കാറിൽ നിന്നിറങ്ങിയ ശേഷം കാറിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് രാജേശ്വരി. ഗോപാലകൃഷ്ണൻ പറയുകയാണ് വാ രാജേശ്വരി ഇങ്ങോട്ട്, നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? അവളുടെ ഹോട്ടലിലേക്കൊന്നും ഞാനില്ല, നിങ്ങൾ തന്നെ പോയാൽ മതി. എന്താ രാജേശ്വരി ഇത്, ബാലചന്ദ്രൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? അവൻ അങ്ങനെ പലതും പറയും എന്ന് കരുതി അവളുടെ മുൻപിൽ പഞ്ചപുച്ഛമുട അടക്കി തലകുനിച്ചു നിൽക്കാൻ ഈ രാജേശ്വരിയെ കിട്ടില്ല. ഇത് കുമ്പിടുന്ന പ്രശ്നം അല്ല രാജേശ്വരി, നിന്റെ ഒരു സ്വപ്നമല്ലേ, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ പറഞ്ഞിട്ടുള്ളതെന്താ, ശാരദയും മക്കളും ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നതാണ് നിന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന്. അവര് പോട്ടെ, പോയി തൊലയട്ടെ എവിടെയെങ്കിലും. അതിനു വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ നമ്മൾ ഒരു അഭിനയം നടത്തുന്നു. ക്യാമറ ഇല്ലെന്നേ ഉള്ളൂ, സ്ക്രിപ്റ്റ് നേരത്തെ റെഡിയാണ്. മഞ്ജു വാര്യരോ ശോഭനയോ ഉർവശിയോ ഒക്കെ ആയി നീ അങ്ങോട്ട് ആടി തകർക്ക്. അപ്പോ അതിന്റെ ക്ലൈമാക്സില് അവള് പിള്ളേരെയും ചുരുട്ടിക്കെട്ടി കടയും വീടും ഒഴിഞ്ഞ് പോയിരിക്കണം. അതുമാത്രം നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ശരി സമ്മതിച്ചു എന്ന് രാജേശ്വരി പറയണം. ആ സന്തോഷമായി, എന്നാ വാ ഇങ്ങോട്ടെന്നും പറഞ്ഞ് രാജേശ്വരിയുടെ കയ്യിൽ പിടിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം രാജേശ്വരി പറയുകയാണ് കയ്യിൽ നിന്നും വിട്. പഠിക്കൽ നിന്ന ശേഷം അകത്തേക്ക് നോക്കിയിട്ട് രാജേശ്വരി പറയണം വിളിക്ക് അവളെ, എനിക്കിവിടെ നിന്ന് തൊണ്ട കീറാനൊന്നും വയ്യ. ഗോപാലകൃഷ്ണൻ പറയുകയാണ് അത് ശരിയാവില്ല രാജേശ്വരി, ഈ സീൻ നിന്റേതാണ്, ഞാൻ വെറും സപ്പോർട്ടിങ്, നീ വിളിച്ചാലേ ശരിയാവൂ. ശാരദേ ശാരദ എന്ന് ദേഷ്യത്തോടെ അകത്തേക്ക് നോക്കി വിളിക്കുകയാണ് രാജേശ്വരി. അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് എന്താ രാജേശ്വരി ഇത്, അംഗം വെട്ടാൻ ചേകവന്മാരെ വെല്ലുവിളിക്കും പോലെ, ഇത് എങ്ങനെയാ വേണ്ടത്? അന്നേരം ഗോപാലകൃഷ്ണൻ ഒരു മയത്തിൽ വിളിക്കുകയാണ് ശാരദാമ്മേ ശാരദാമ്മേ. ഇങ്ങനെ എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് വീണ്ടും രാജേശ്വരി പറയുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ പൊന്ന് രാജേശ്വരി, നീ എന്നെ എങ്ങനെ സംശയിക്കരുതേ. ഈ ഐഡിയ നിന്റെ അനിയൻ ബാലചന്ദ്രന്റേതാണ്. ഇതിനൊത്ത് നിനക്കൊന്ന് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ അഭിനയിക്ക്, ഇല്ലെങ്കിൽ പിന്നെ ശാരദയും മക്കളും ഇവിടെ തന്നെ താമസിക്കട്ടെ. ദേഷ്യപ്പെട്ട് വീണ്ടും രാജേശ്വരി പറയാണ് ശരി, നായയുടെ കൂടെ വന്ന് കോലം കെട്ടിപ്പോയില്ലേ, കുറയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനുശേഷം രാജേശ്വരി ഒരു മയത്തിൽ വിളിക്കുകയാണ് ശാരദാമ്മേ ശാരദാമ്മേ. അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശാരദാമ്മ. ശാരദയെ കണ്ട് ചിരിക്കുകയാണ് രാജേശ്വരി. ശാരദാമ്മ പറയാണ് നിങ്ങൾ, എന്റെ ദൈവമേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അകത്തേക്ക് കയറിയ ശേഷം രാജേശ്വരി പറയണേ എങ്കിൽ വിശ്വസിക്കാം, ഇത് ഞങ്ങൾ തന്നെയാണ് രാജേശ്വരിയും ഗോപാലകൃഷ്ണനും. ശാരദാമ്മ പറയാണ് കുട്ടികളാരും ഇവിടെ ഇല്ല ഇപ്പോൾ. അത് വേണ്ട, ഞങ്ങൾ വന്നത് കുട്ടികളെ കാണാനല്ല, ശാരദാമ്മയെ കാണാനാണ്. അതല്ല ശാലിനിയോ മറ്റോ നിങ്ങളെ ഇവിടെ കണ്ടാൽ പ്രശ്നമാകും, നിങ്ങൾ പൊയ്ക്കോ, അതാണ് നല്ലത്. ഇത് കേട്ട് ഗോപാലകൃഷ്ണൻ ചോദിക്കണം അതെങ്ങനെയാ ശാരദയെ പോകുന്നത്? ഞങ്ങളൊരു കാര്യം സംസാരിക്കാനല്ലേ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നത്, അത് സംസാരിച്ചിട്ട് ഞങ്ങൾ അങ്ങ് പൊയ്ക്കോളാം. രാജേശ്വരി ഒരു വീടിനകമൊക്കെ കാണാം എന്ന് പറഞ്ഞ് അകത്തേക്ക് രാജേശ്വരിയെ ക്ഷണിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അവർ അകത്തേക്ക് കയറി പോകുന്നത് കണ്ട് അന്തം വിട്ട് ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.